ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് GST കൗൺസിലിനെ കുറിച്ചും അതുപോലെ GSTയെ കുറിച്ചിട്ടാണ്. നമ്മൾ GSTയെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. 101 ഭരണഘടനാ ഭേദഗതിയിലൂടെ ആണ് 2017 ജൂലൈ 1 GST നിലവിൽ വന്നത് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് പഠിക്കണം? GST കൗൺസിലുകളെ കുറിച്ച് പഠിക്കണം. അതിന് ശേഷമാണ് നമ്മൾ GSTയെ കുറിച്ച് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് GST കൗൺസിലിലേക്ക് വരാം. എന്താണ് GST കൗൺസിൽ? GST കൗൺസിൽ ഇന്ത്യയിലെ ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ശുപാർശ നൽകാനുമായി രൂപീകരിച്ച ഒരു ഭരണഘടനാ സ്ഥാപനമാണ് GST എന്ന് പറയുന്നത്. GST കൗൺസിൽ എന്ന് പറയുന്നത്. GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള GSTയുമായി ബന്ധപ്പെട്ടിട്ട് GST എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യം ഒരു നികുതി എന്നല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഇടയിലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും അവർക്ക് ശുപാർശ നൽകാനും വേണ്ടി രൂപീകരിച്ച ഒരു സ്ഥാപനമാണ് ഈ GST കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പഠിക്കേണ്ട 2 ഡേറ്റ് ഉണ്ട്. ഒന്നാമത് 2016 101 ഭേദഗതി നിയമം മൂലമാണ് GST കൗൺസിൽ വന്നത്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. അപ്പോൾ ഓർത്തോളി, 2016 101 ഭേദഗതി നിയമം മൂലമാണ് GST കൗൺസിൽ വന്നത്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഈ GST പറഞ്ഞാൽ എന്താണ്? രാജ്യത്തെ ഒരു വലിയ പരോക്ഷ നികുതി സമ്പ്രദായമാണിത്. രാജ്യത്തെ ഏറ്റവും വലിയ പരോക്ഷ നികുതി സമ്പ്രദായങ്ങളിൽ ഒന്നാണ് GST എന്ന് പറയുന്നത്. ഒരു രാജ്യം ഒരു നികുതി എന്ന മുദ്രാവാക്യത്തോടെയാണ് നടപ്പിലാക്കിയത്? GST നടപ്പിലാക്കിയത്. അപ്പോൾ GST കൗൺസിൽ നിലവിൽ വന്നത് 2016 101 ഭേദഗതി മൂലവും GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 ജൂലൈ 1 എന്ത് വന്നത്? GST നിലവിൽ വന്നത്. 2016 101 ഭേദഗതി നിയമപ്രകാരം ആർട്ടിക്കിൾ 279A ഭരണഘടനയിൽ ഉൾപ്പെടുത്തി അതൊരു GST കൗൺസിൽ രൂപീകരിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുകയുണ്ടായി. അപ്പോൾ GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 279A. ഈ നമ്മൾ GSTയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ 3 ആർട്ടിക്കിൾസ് പഠിക്കേണ്ടത്. അതിൽ ആദ്യത്തെയാണ് ആർട്ടിക്കിൾ 279A. അത് പ്രകാരമാണ് GST കൗൺസിൽ രാഷ്ട്രപതി രൂപീകരിച്ചത്. ഏത് പ്രകാരം? ആർട്ടിക്കിൾ 279 പ്രകാരം. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചു പോയ 3 കാര്യങ്ങളാണ്. ഒന്ന്, 2016 GST കൗൺസിൽ വന്നത്. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. 101 ഭേദഗതി പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. ഭരണഘടനാ ഭേദഗതി 101 ഭരണഘടനാ ഭേദഗതി ബില്ല് 122 ഭരണഘടനാ ഭേദഗതി ബില്ലുമാണ്. അപ്പോൾ ഭേദഗതി ബില്ല് 122 101 ഭരണഘടനാ ഭേദഗതി. അപ്പോൾ മൂന്നാമത് പഠിക്കാനുള്ളത് 122 ഭേദഗതി ബിൽ ഏതാണ് ചോദിച്ചാൽ 121 ഭരണഘടനാ ഭേദഗതിക്ക് ആസ്പദമായ ബില്ലാണ് 122 ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. ഒരു രാജ്യം ഒരു നികുതി എന്ന മുദ്രാവാക്യത്തോടെ വന്നതാണ് ഈ GST എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ GST ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. ആ ജൂലൈ 1 ഇന്ത്യയിൽ GST ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വേറെ ഒന്നും കൂടി കണ്ടു. GST ദിനം എന്ന് പറയുന്നത് ജൂലൈ 1. GSTയുടെ പൂർണ്ണ രൂപം അറിയാലോ അല്ലെ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിലവിലുള്ള വിവിധതരം പരോക്ഷ നികുതികൾക്ക് പകരമായിട്ട് നിലവിൽ വന്ന നികുതി സംവിധാനമാണ് എന്ന് പറയുന്നത് ഈ GST എന്ന് പറയുന്ന. നിലവിലുള്ള ഈ പല നികുതികളുണ്ടായിരുന്നു, പരോക്ഷ നികുതികളുണ്ടായിരുന്നു. അതിനൊക്കെ പകരമായിട്ട് നിലവിൽ വന്ന സംവിധാനമാണ് ഈ GST എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഡേറ്റും ഭേദഗതിയൊക്കെ പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. എന്നാൽ ഇതിനു മുൻപ് തന്നെ 2011 115 ഭരണഘടനാ ഭേദഗതി ബില്ല് ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എപ്പോൾ? 115. അത് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നതുകൊണ്ട് പറഞ്ഞു മാത്രം. 2011 115 ഭേദഗതി ബില്ല് GSTയുമായി ബന്ധപ്പെട്ടതാണ്. അത് പാസ്സാക്കാത്തത് കൊണ്ട് അത് നിയമമാവാത്തതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞു 101 ഭരണഘടനാ ഭേദഗതി ആസ്പദമാക്കിയിട്ടാണ് GST നിലവിൽ വന്നത് പറഞ്ഞു.
ഭേദഗതി ബില്ല് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ 122 രണ്ടും മാറിപ്പോവരുത്. ബില്ല് വേറെയാണ്. ഭേദഗതി ബില്ല് എന്ന് ചോദിച്ചാൽ 122 എന്ന് തന്നെ പറയണം. ഓക്കെ, മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. GST ഉദ്ഘാടനം ചെയ്ത ആരാണ് ചോദിച്ചാൽ പ്രണബ് മുഖർജിയും നരേന്ദ്ര മോദിയും ചേർന്നിട്ടാണ് GST ഉദ്ഘാടനം ചെയ്തത്. നമുക്കറിയാം നരേന്ദ്രമോദിൻ്റെ നമ്മൾ മറക്കാൻ സാധ്യതയില്ല. അപ്പോൾ പ്രണബ് മുഖർജിയെ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ GST കൗൺസിലിലാണല്ലേ നിൽക്കുന്നത്. GST കൗൺസിൽ വിവര സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കി GST ഘടനയെ ഉപയോഗപ്രദമായി സൗഹൃദപരമാക്കുക എന്നതാണ് ഈ GST കൗൺസിലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കൗൺസിലിൻ്റെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് GSTയുമായി ബന്ധപ്പെട്ട ഇനി പറയുന്നതാണ് നമ്മൾ പറഞ്ഞു 3 ആർട്ടിക്കിൾ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് GSTയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന ആർട്ടിക്കിളാണ് 246A. IGST ചുമത്താനും പിരിക്കാനും കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്ന ആർട്ടിക്കിളാണ് 269A എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് GST വന്ന ബില്ല് ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 279A ആണെന്ന് പറഞ്ഞു. അതിനുശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് GSTയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനും അനുമതി നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? 246A ആണ്. അതുപോലെ IGST ചുമത്താനും പിരിക്കാനും കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്ന ആർട്ടിക്കിളാണ് 269A എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു GST കൗൺസിൽ 2016 101ാമത് ഭേദഗതി നിയമം പ്രകാരമാണ് പുതിയൊരു നികുതി വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നു. അതാണ് GST എന്ന് പറയുന്നത്. അതിൻ്റെ ഭേദഗതി ബില്ല് 122ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ആർട്ടിക്കിൾ 279A പ്രകാരമാണ് രാഷ്ട്രപതി GST കൗൺസിൽ രൂപീകരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഈ ചരക്ക് സേവന നികുതിയുമായിട്ടുള്ള എല്ലാ തീരുമാനവും എടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് GST കൗൺസിലിനാണ്. അതിന് വേണ്ടിയിട്ടാണ്, അതായത് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റിൻ്റെ സെൻറ്ററിൻ്റെയൊക്കെ ഒന്നാക്കുമ്പോൾ സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം തീരുമാനമെടുക്കാനും വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്ന നിലയിലാണ് GST കൗൺസിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. GSTയുടെ സുഖകരമായ കാര്യക്ഷമമായ ഭരണത്തിനും സംവിധാനത്തിനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രവും തമ്മിലുള്ള ഏകോപനത്തിനും വേണ്ടിയിട്ടും സഹകരണത്തിനും വേണ്ടിയെല്ലാം എന്ന് ഈ GST കൗൺസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് GST കൗൺസിലിൻ്റെ ഘടന നോക്കാം. GST കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? കേന്ദ്ര ധനമന്ത്രിയാണ് GST കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. കൗൺസിലുമായി രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 279A ആണ്. മറ്റ് അംഗങ്ങൾ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ചെയർമാൻ അല്ല ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, കേന്ദ്ര ധനമന്ത്രി. രണ്ടാമത് പറയുന്നത് ആരാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും ഒന്നില്ലെങ്കിൽ ധനമന്ത്രി അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രിമാരും കൂടി ഏതിലുണ്ടാവും? GST കൗൺസിലിലുണ്ടാവും. അപ്പോൾ ആരൊക്കെയെന്ന് മനസ്സിലായല്ലോ? ഒന്ന് കേന്ദ്ര ധനമന്ത്രി, രണ്ടാമത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനമന്ത്രി അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും മന്ത്രിമാർ. അതുകൂടാതെ ഈ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ ധനകാര്യത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയും കൂടി GST കൗൺസിലുണ്ടാവും. അതുമാത്രമല്ലാതെ ഈ സംസ്ഥാന മന്ത്രിമാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയെ അവരെന്താക്കുമെന്നാണ് പറയുന്നത്? വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഇതാണ് GST കൗൺസിലിൻ്റെ ഘടന എന്ന് പറയുന്നത്. ഇനി GST കൗൺസിലിൻ്റെ കോറവും അധികാരങ്ങളും കൂടി നമുക്ക് നോക്കാം. GST കൗൺസിലിൻ്റെ കോറം തികയുക എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞാൽ ഈ 50% ആൾക്കാരും കോറം തികയാൻ ആവശ്യമായ അംഗങ്ങൾ എന്ന് പറയുന്നത് 50% അംഗങ്ങളാണ് GSTയിലെ കോറം തികയാനും വേണ്ടിയിട്ട് വേണ്ടത്. GST കൗൺസിലിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഈ 50% പേരുണ്ട് പറഞ്ഞാൽ തന്നെ GST കൗൺസിൽ എന്ത് ചെയ്യുള്ളൂ? യോഗം ചേരുള്ളൂ. പക്ഷെ അതിൽ തീരുമാനമെടുക്കാൻ വേണ്ട ഭൂരിപക്ഷം എന്ന് പറയുന്നത് 75% പേരുണ്ടെങ്കിൽ തന്നെ ആ തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ GST കൗൺസിലിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. GST കൗൺസിലിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞു, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലോ അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ തീർപ്പാക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് നമ്മുടെ GST കൗൺസിൽ എന്ന് പറയുന്നത്. അതിനുള്ള അധികാരമുള്ളതും GST കൗൺസിലുകൾക്കാണ്. അതുപോലെ വിവിധ സാധന സേവനങ്ങൾക്കുള്ള GST തീരുമാനിക്കുന്നതും
ഈ GST കൗൺസിലാണ്. അതുപോലെ തന്നെ ഇവർ പല സാധനങ്ങളെയും GSTയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. അത് GSTയുടെ സ്ലാബുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ സാധനങ്ങൾക്ക് GST ഇല്ല എന്ന് മനസ്സിലാവും. അതുപോലെ GSTയുടെ മാതൃകയിലുള്ള നിയമങ്ങൾ നിർമ്മിക്കുക, അന്തർ സംസ്ഥാന വിതരണ ഇടപാടുകൾ നിയന്ത്രിക്കുന്നതിനും വിതരണ സ്ഥലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം നിശ്ചയിക്കുന്നതിനുമുള്ള അധികാരമെല്ലാം ഈ GST കൗൺസിലിനുമാണ്. അതുപോലെ ചില പ്രത്യേക സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യാറുണ്ട്? പ്രത്യേക വ്യവസ്ഥകൾ ശുപാർശ ചെയ്യാറുണ്ട്. പ്രത്യേക വ്യവസ്ഥകൾ, അതുപോലെ അവർക്ക് ചുമത്തേണ്ട പ്രത്യേക GST നിരക്കും എല്ലാം ഇവർ ശുപാർശ ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകളും അതുപോലെ ചുമത്തേണ്ട GST നിരക്കും തീരുമാനിക്കുന്നത് ഈ GST കൗൺസിലാണ്. അതുപോലെ GSTയുടെ മാതൃകയിലുള്ള നിയമങ്ങൾ അന്തർ സംസ്ഥാന വിതരണം ഇടപാടുകൾ നിർണ്ണയിക്കുന്നതിനും വിതരണ സ്ഥലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിനുമുള്ള അധികാരവും ആരാണ് തീരുമാനിക്കുന്നത്? GST കൗൺസിലാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ GSTയിൽ ഉൾപ്പെടാത്ത ചരക്കുകൾക്കും സേവനങ്ങൾക്കും GSTയിൽ ഉൾപ്പെടാത്ത ചരക്കുകൾക്കും സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഉൾപ്പെടുത്തേണ്ട സമയം തീരുമാനിക്കുന്നതും ഈ GST കൗൺസിലാണ്. ഏതുവരെ ഇവർക്ക് നികുതി ഒഴിവ് നൽകാം എന്നും തീരുമാനിക്കുന്നത് ആരാണ്? GST കൗൺസിൽ തന്നെയാണ്. GSTയിൽ ഉൾപ്പെടുത്തേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. കാരണം GST കൂടാതെ സെസ്സുകൾ കൂടി നമ്മൾ എന്തിലൂടെ ഏർപ്പെടുത്താറുണ്ട്? ടാക്സിൽ ഏർപ്പെടുത്താറുണ്ട് അല്ലേ? ആ സെസ്സുകൾ തീരുമാനിക്കുന്നതും ആരാണ്? GST കൗൺസിൽ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ GST കൗൺസിൽ കൊണ്ട് അല്ലെങ്കിൽ GSTയുടെ പ്രാധാന്യം എന്താണ് പറഞ്ഞാൽ ഒരു ഏകീകൃത പൊതുവിപണിയല്ലേ? ഒരു രാജ്യം ഒരു ടാക്സ്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഉത്തേജനം നൽകുന്ന രീതിയിലുള്ളതാണ് എന്ത് എന്ന് പറയുന്നത്? ഈ GST എന്ന് പറയുന്നത് അല്ലേ? ഒരു രാജ്യത്തിന് ഒരു ടാക്സ് എന്ന രീതിയിലാണ് നമ്മൾ GST നിലവിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് GSTയിലെ സ്ലാബുകൾ നോക്കാം. GSTയിലെ സ്ലാബുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ GST നിലവിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞ 2017 ജൂലൈ 1 നിലവിൽ വന്നപ്പോൾ അതിൻ്റെ സ്ലാബുകൾ എന്ന് പറയുന്നത് 4 എണ്ണമായിരുന്നു. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയായിരുന്നു GSTയുടെ സ്ലാബുകൾ. GST നിരക്കുകൾ എന്ന് പറയുന്നത് 0% എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ചില സാധനങ്ങൾക്ക് GST ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞ അതുപോലെ 5%, 12%, 18%, 28% എന്നാണ്. ഇതിലൊരു കറണ്ട് അഫയേഴ്സ് ഉണ്ട്. എന്താണ് പറഞ്ഞാൽ ഇതിലിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. അത് നമുക്ക് പറയാം. ചില സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നിശ്ചിത GST നിരക്ക് പുറമെ എന്തും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്? സെസ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചിത GST നിരക്കിന് പുറമെ സെസ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ GSTയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത ഇനങ്ങളാണ് ഈ പെട്രോളിയം, വൈദ്യുതി, മദ്യം എന്നിവയെല്ലാം GSTയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത ഇനങ്ങളാണ്. അതുപോലെ ഡയമണ്ട്, സ്വർണം എന്നിവയ്ക്ക് ഒരു പ്രത്യേക GST ആണുള്ളത്. 3%, അതുപോലെ 0.25 എന്നിങ്ങനെയാണ് GST നിരക്കുകൾ ഏതിൻ്റെ? സ്വർണത്തിൻ്റെയും ഡയമണ്ടിൻ്റെയും. ഇനി നമുക്ക് പുതിയ GSTയിൽ വന്ന മാറ്റം നോക്കാം. 2025 സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ പരിഷ്കാരങ്ങൾ അനുസരിച്ച് 12%, 28% തുടങ്ങിയ സ്ലാബുകൾ എന്ത് ചെയ്തു? അവർ നിർത്തലാക്കി. നമ്മൾ പറഞ്ഞു 0, 5, 12, 18, 28 എന്നായിരുന്നു. അതിലെ 12ഉം 18ഉം അവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ആ 4 സ്ലാബിൽ ഇപ്പോൾ നമുക്ക് 2 എണ്ണം ഉള്ളൂ അല്ലേ? 0 നമ്മൾ കണക്കാക്കേണ്ട. 4 സ്ലാബിൽ 2 എണ്ണം ഉള്ളൂ. ഏതൊക്കെയാണുള്ളത്? അപ്പോൾ ബാക്കിയുള്ളത് 5ഉം 28ഉം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 0, 5, 18 എന്നിങ്ങനെ 3 സ്ലാബുകളാണുള്ളത്. 0 വരുന്ന സ്ലാബുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 0വുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ലാബുകളിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ അത് ആവശ്യ ഭക്ഷ്യവസ്തുക്കൾ, ജീവൻ രക്ഷാ മരുന്നുകൾ, ചില അടിസ്ഥാന സേവനങ്ങൾ എന്നിവയ്ക്കൊന്നും എന്തില്ല? നികുതിയില്ല. ആവശ്യ ഭക്ഷ്യവസ്തുക്കൾക്കും ജീവൻ രക്ഷാ മരുന്നുകൾക്കും അതുപോലെ തന്നെ ചില അടിസ്ഥാന സേവനങ്ങൾക്കും നികുതി എന്നില്ല. അതുപോലെ 5% വരുന്നത് എന്താണ്? നിത്യോപയോഗ സാധനങ്ങൾ, പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയ്ക്ക് എന്തുള്ളൂ? 5% സ്ലാബ് മാത്രമേ GST ഉള്ളൂ. 5% GST നിരക്കേ ഉള്ളൂ. 18% എന്ന് പറയുന്നത് എത്രയാണ്? ഭൂരിഭാഗം സേവനങ്ങളും ഇലക്ട്രിക് സാധനങ്ങളായാലും മറ്റ് സാധനങ്ങളൊക്കെ വരുന്നത് 18%ത്തിലാണ് വരുന്നത്. 40% എന്ന ഒന്നും കൂടി ഉണ്ട്. അതിലെന്താണ് വരുന്നത് പറഞ്ഞാൽ ആഡംബര വസ്തുക്കളും ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങളും ഏതിലാണ് വരുന്നത്? 40%ത്തിലാണ് വരുന്നത്. 40%ത്തിലാണ്
വരുന്നത്. നമ്മൾ പറഞ്ഞു 0% എന്തൊക്കെയാണ് വരുന്നത്? അവശ്യ ഭക്ഷ്യവസ്തുക്കളായ പച്ചക്കറികളായാലും പാല്, ചില മരുന്ന്, പനീർ, റൊട്ടി, അതൊക്കെ വരുന്നത് അവശ്യ വസ്തുക്കളിലാണ് വരുന്നത് കേട്ടോ. പാല്, പനീർ, റൊട്ടി, അങ്ങനെ ചില മരുന്നുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 0%ലാണ് വരുന്നത്. 5% നമ്മുടെ പൊതുഗതാഗതം അതുപോലെ നിത്യോപയോഗ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. സോപ്പ്, ടൂത്ത് പേസ്റ്റ്, വസ്ത്രങ്ങൾ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ 5% വരുന്നത്. 18% ഞാൻ പറഞ്ഞ പോലെ ബാക്കി എല്ലാ ഇതും ഏതിലാണ് വരുന്നത്? 18%ലാണ് വരുന്നത്. സ്വർണം, ഡയമണ്ട് 3% അല്ലെങ്കിൽ 0.25% ആണ് വരുന്നത്. 40% എന്ന് പറയുന്നത് ആഡംബര വസ്തുക്കൾക്കും ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾക്കുമാണ്. എന്നിവയ്ക്കാണ് എത്ര വരുന്നത്? 40% വരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഇതിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞാൽ 3/4 ഭൂരിപക്ഷമെങ്കിലും എന്തുണ്ടാവണം? ഇതിനെ അംഗീകരിക്കണം. 2/3 ഉണ്ടായാൽ മാത്രമേ ഇങ്ങനെ ഇതിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. നമ്മൾ പറഞ്ഞു GST കോറം തികയാൻ തന്നെ 50% വേണം. 75% പേര് എന്ത് വേണം? അംഗീകരിച്ചാൽ 75% പേര് അംഗീകരിച്ചാൽ മാത്രമേ നിയമം പാസ്സാക്കുകയുള്ളൂ പറഞ്ഞു. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വോട്ടിന് വെയിറ്റേജിൻ്റെ 1/3 ലഭിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ വോട്ടിന് എത്ര കിട്ടും? വെയിറ്റേജിൻ്റെ 1/3. എന്നാൽ എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും വോട്ട് വെയിറ്റേജിൻ്റെ 2/3 മറ്റേത് 1/3, ഇത് 2/3. അങ്ങനെയാണ് ഇതിൽ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയും. ഇനി നമുക്ക് 4 തരം GSTകളുണ്ട് അല്ലേ? 4 തരം GST ഉണ്ട്. ഏതൊക്കെയാണ് 4 തരം GSTകൾ വരുന്നത്? CGST, SGST, IGST, UT GST എന്നിങ്ങനെ 4 തരം GSTകളാണ് ഉള്ളത്. അതിൽ CGST എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ GST. സെൻട്രൽ GST പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GSTകളാണ് സെൻട്രൽ GST എന്ന് പറയുന്നത്. അതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എക്സൈസ് ഡ്യൂട്ടിയും സേവന നികുതിയൊക്കെയാണ് സെൻട്രൽ GSTയിൽ വരുന്നത്. SGST പറഞ്ഞാൽ എന്താണ്? SGST പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന നികുതികളാണ്. ഇതിലാണ് എന്തൊക്കെ വരുന്നത്? വാറ്റ് വരുന്നത്, അതുപോലെ ആഡംബര നികുതി എന്നിവയെല്ലാം ചുമത്തുന്നത് ആരാണെന്നാണ് പറഞ്ഞത്? SGST എന്ന് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവണം. GSTയിൽ ഉൾപ്പെടുത്തിയതാണ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എക്സൈസ് തീരുവയും വാറ്റും സേവന നികുതിയും. വാറ്റ് പറഞ്ഞാൽ എന്താണ്? മൂല്യവർദ്ധിത നികുതിയാണ് കേട്ടോ വാറ്റ് എന്ന് പറയുന്നത്. ആഡംബര നികുതിയൊക്കെ GSTയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ GST പറഞ്ഞാൽ എന്താണ്? ഒരു പരോക്ഷ നികുതിയാണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പരോക്ഷ നികുതിയാണ് എന്ത് വരുന്നത്? GST വരുന്നത്. അപ്പോൾ SGST പറഞ്ഞാൽ എന്താണ്? SGSTയിൽ എന്താ വരുന്നത്? ആഡംബര നികുതിയും അതുപോലെ വാറ്റും എല്ലാം വരുന്നത് SGSTയിലാണ്. ഇത് രണ്ടും കളക്ട് ചെയ്തിട്ട് SGSTയും അതുപോലെ CGSTയും കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? കേന്ദ്രവും സംസ്ഥാനവും അത് വീതിച്ചെടുക്കുകയും ചെയ്യുക, തുല്യമായി വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് തീരുമാനിക്കുന്ന ആരാണ്? അതിനൊക്കെ തീരുമാനത്തിന് ഇവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായി പറഞ്ഞാൽ അതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നതെന്ന് നമ്മൾ പറഞ്ഞു? GST കൗൺസിൽ വന്നത് എന്ന് പറഞ്ഞു. അടുത്തതാണ് IGST എന്ന് പറയുന്നത്. IGST പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാധന സേവന കൈമാറ്റങ്ങൾക്ക് ചുമത്തുന്ന നികുതിയാണ് ഇൻ്റഗ്രേറ്റഡ് GST പറഞ്ഞാൽ. IGST പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് GST. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാധന സേവന കൈമാറ്റങ്ങൾക്ക് ചുമത്തുന്ന നികുതിയാണ് ഇൻ്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത്. ഇത് കളക്ട് ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ് ആണ് കളക്ട് ചെയ്യുന്നത്. ആരാണ് കളക്ട് ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ആണ് കളക്ട് ചെയ്യുന്നത്. ഈ IGST എന്ന് പറഞ്ഞത് ഒരു നികുതിയല്ല, മറിച്ചിട്ട് എന്താണ്? ഇതൊരു സംസ്ഥാന യൂണിയൻ നികുതികളെ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം മാത്രമാണ്. IGST എന്ന് പറയുന്നത് ഒരു നികുതിയല്ല, സംസ്ഥാന യൂണിയൻ നികുതികളെ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഈ IGST എന്ന് പറയുന്നത്. അടുത്തത് ഇനി നമ്മൾ പറഞ്ഞു സംസ്ഥാനം പറഞ്ഞു, കേന്ദ്രം പറഞ്ഞു. ഇനി നമ്മുടെ രാജ്യത്ത് ബാക്കിയുള്ളത് ആരാണ്? കുറച്ച് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് അല്ലേ? കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ആ കേന്ദ്രഭരണ പ്രദേശങ്ങളിനെയാണ് UT GST എന്ന് പറയുന്നത്. യൂണിയൻ ടെറിട്ടറി GST എന്ന് പറയുന്നത് എന്താണ്? UT GST എന്ന് പറയുന്നത്. ചരക്ക് സേവനങ്ങൾ എന്താണ്? യൂണിയൻ ടെറിട്ടറി GST എന്ന് പറഞ്ഞാൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഇൻട്രാ യൂണിയൻ ടെറിട്ടറി വിതരണത്തിന് ചുമത്തുന്ന നികുതിയാണ്. ഇൻട്രാ യൂണിയൻ ടെറിട്ടറി വിതരണത്തിന് ചുമത്തുന്ന നികുതിയാണ് എന്തെന്ന് പറയുന്നത്? UT GST എന്ന് പറയുന്നത്. UT GST എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിന് ലാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ GST കൗൺസിലിനെ കുറിച്ച് പറഞ്ഞു. 279A ആണ് GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? GST കൗൺസിൽ വന്നത് 2016 അതിൻ്റെ ചെയർപേഴ്സൺ കേന്ദ്ര ധനമന്ത്രിയാണെന്ന് പറഞ്ഞു. അതുപോലെ GST കൗൺസിലിലെ ബാക്കി ധനമന്ത്രി കൂടാതെ ഒരു സഹമന്ത്രി കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ഉണ്ടാവും പറഞ്ഞു. അതുകൂടാതെ സംസ്ഥാനത്തിലെ ധനമന്ത്രിമാരുണ്ടാവും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർക്ക്
ബദലായിട്ട് ഏതെങ്കിലും സംസ്ഥാനത്തു നിന്ന് ഒരു മന്ത്രി ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ മന്ത്രിമാരെല്ലാം കൂടി ഒരു വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. 101 ഭേദഗതി പ്രകാരമാണ് ഇത് നിലവിൽ വന്നത് എന്ന് പറഞ്ഞു. ഏത് ഭേദഗതി ബില്ല് ചോദിച്ചാൽ 122 ഭേദഗതി ബില്ലാണെന്ന് പറഞ്ഞു. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 പറഞ്ഞു. GST ദിനം വരുന്നത് ജൂലൈ 1 പറഞ്ഞു. ഇനി GSTയിലെ STST, CGST, IGST, ഇന്റഗ്രേറ്റഡ് GST, IGST, പിന്നെ എന്താ പറഞ്ഞത് യൂണിയൻ ടെറിട്ടറി GST എന്നിങ്ങനെ 4 പറഞ്ഞു. പിന്നെ ഇത് കൂടാതെ സ്ലാബുകളെ കുറിച്ച് പറഞ്ഞു. 0%, 5%, 18%, 28%, 18%, 28% എന്നിങ്ങനെയാണ് എന്തെന്ന് പറഞ്ഞു GST എന്ന് പറഞ്ഞു. 2025 സെപ്റ്റംബർ 22 മാറ്റം വന്നത് പ്രകാരം ഏതൊക്കെ പോയി അതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത്, അതിൽ നിന്ന് മാറ്റിയത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. 12, 28 മാറ്റി. 0, 5, 12, 18, 28 12ഉം 28ഉം മാറ്റി ഇപ്പോൾ 0, 5, 18 എന്നീ സ്ലാബുകളാണ് എന്ന് പറഞ്ഞു. അതുകൂടാതെ സ്വർണത്തിനും ഡയമണ്ടിനും വേണ്ടിയിട്ട് 3% 0.25% പറഞ്ഞു. പിന്നെ 40%ത്തിലുള്ള ആഡംബര വസ്തുക്കളെ കുറിച്ച് പറഞ്ഞു. അതുകൂടാതെ പിന്നെ പറഞ്ഞത് എന്താണ്, ആഡംബര വസ്തുക്കളെ കുറിച്ചും പറഞ്ഞു. പിന്നെ നമ്മുടെ ശരീരത്തിന് ഹാനികരമായ വസ്തുക്കൾ, പുകയില അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ചും പറഞ്ഞു. പിന്നെ ഇതിൽ ഉൾപ്പെടാത്ത സാധനങ്ങളാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വൈദ്യുതി, മദ്യം എന്നിവയെല്ലാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. പിന്നെ GSTയുടെ കോറം തയ്ക്കാൻ 50% ആൾക്കാർ വരണം പറഞ്ഞു. അത് നിയമമാക്കാൻ എത്ര പേര് വേണം പറഞ്ഞു. 75%, 3 ഭാഗം പേരും ഉണ്ടായാൽ മാത്രമേ അത് നിയമമാവുകയുള്ളൂ, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, GSTയുടെ എന്തൊക്കെയാണ് അവരുടെ ഇത് എന്ന് പറഞ്ഞാൽ നികുതി തീരുമാനിക്കുക, നികുതി വേണ്ടാതെ വയ്ക്കുക, എത്ര കാലം നികുതി വേണ്ടാന്ന് വെച്ചാൽ ആ കാലാവധി, ഇത്ര കാലത്തിന് നികുതി വേണ്ട, അതിന് ശേഷം അവർക്ക് നികുതി വേണം, ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് നികുതി വേണം എന്നെല്ലാം തീരുമാനിക്കുന്നത്. അതുപോലെ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഈ നികുതി തന്നെ വീതിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിൽ തീരുമാനമെടുക്കുന്നതെല്ലാം ആരാണ്, GST കൗൺസിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതെല്ലാം തീരുമാനിക്കുന്നത് GST കൗൺസിലാണെന്ന് പറഞ്ഞു. ഇനി ഈ GST കൊണ്ട് എന്തൊക്കെയാണ് ഉപകാരം ഉള്ളത് എന്ന് ചോദിച്ചു പറഞ്ഞാൽ, ഇത് ഉപഭോക്താക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഒന്നിലധികം തവണ നികുതി നൽകുന്നത് ഒഴിവാക്കും. കേന്ദ്രത്തിന് ഒരു നികുതി, സംസ്ഥാനത്തിന് ഒരു നികുതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നികുതി നൽകുന്ന ഒഴിവാക്കി ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള നിലയിലേക്ക് എത്തുന്നു പറഞ്ഞു. അതുമൂലം എന്തുണ്ടാവും, വില നിലവാരത്തിൽ കുറവ് സംഭവിക്കുകയും ചെയ്യും. ചെറിയ നികുതി അടയ്ക്കുന്ന വ്യക്തികൾക്ക് എന്താ ഉണ്ടാവും, അത് കൂടുതൽ ഉപകാരപ്രദമാകും. പണപ്പെരുപ്പം കുറയ്ക്കാൻ സഹായിക്കും. സാമ്പത്തികത്തിൽ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സഹായകരമാവും അല്ലേ. ഓരോ സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ നികുതി നൽകാൻ കഴിയുമോ, ഇല്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഉപകാരങ്ങൾ കാരണം അവർക്ക് കൂടി എന്ത് ചെയ്യും, കുറച്ച് ഉപകാരം ഉണ്ടാവും. ഇങ്ങനെയുള്ള സംവിധാനം കാരണം അവർക്ക് കുറച്ച് ഉപകാരം ഉണ്ടാവും. ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ ഉപകാരം ചെയ്യും. പിന്നെ ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ്. നമ്മൾ പറഞ്ഞു വിവരസാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയിട്ടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളുടെ മേൽ ചുമത്തുന്ന ടാക്സ് എന്ത് ചെയ്യും, ഉപഭോക്താവിൽ നിന്നും ഈടാക്കും. വാല്യൂ ആഡഡ് ടാക്സിന് സമാനമായി ഇത് പ്രവർത്തിക്കുകയും ചെയ്യും. വാല്യൂ ആഡഡ് ടാക്സിന് സമാനമായിട്ട് ഇത് പ്രവർത്തിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ GSTയിൽ ഉൾപ്പെടുത്തിയ പ്രധാന നികുതികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന വാറ്റ്, നമ്മൾ പറഞ്ഞു അല്ലേ, സംസ്ഥാന വാറ്റ്, സേവന നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, പർച്ചേസ് ടാക്സ്, ആഡംബര നികുതി, കേന്ദ്രവും സംസ്ഥാനവും ചുമത്തുന്ന സർചാർജുകൾ, സെസ്സുകൾ, അതൊക്കെ നികുതിയിൽ പെടും. അതുപോലെ ഇതിൽ ഉൾപ്പെടുത്താതെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ, കേന്ദ്ര ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ എക്സൈസ് ഡ്യൂട്ടി, മദ്യം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു മദ്യത്തിനും പെട്രോളിയത്തിനും എന്തില്ല എന്ന് പറഞ്ഞു, GST ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കളക്ട് ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റ് നികുതികളൊന്നും ഏതിൽ പെടില്ല, GSTയിൽ പെടില്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി പെടില്ല. വൈദ്യുതിയുടെ മേൽ ചുമത്തുന്ന ഡ്യൂട്ടിയൊന്നും GSTയിൽ പെടത്തില്ല. ഇതൊക്കെയാണ് GSTയിൽ പെടാത്തവ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത്. ഒരുവിധ എല്ലാ കാര്യങ്ങളും GSTയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.